ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വർക്കലയിലാണ്. വർക്കല ഐരിയിലുള്ള വിസ്മയ ഫാമിലാണ് ഞാനുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഇവിടുത്തെ വിസ്മയ ഫാമിലിയായ ചേട്ടൻ സുനിൽ ചേട്ടനുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ പശുക്കളൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് പുതിയ ഫാമും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറേ നാളായല്ലേ ഇങ്ങോട്ട് വന്നിട്ട്? ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. 1.5 വർഷമായി അല്ലേ? അപ്പോൾ അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ഷെഡ് ഇല്ലായിരുന്നു. അപ്പോൾ അതായത് പുതിയ ഷെഡ് ആണല്ലോ അല്ലേ? അതെ. അപ്പോൾ എന്താണ് പശുക്കളുടെ എണ്ണമൊക്കെ കൂടിയോ? എണ്ണം കൂടി. ഇപ്പം ഏകദേശം 60 എണ്ണത്തോളം ആയിട്ടുണ്ട്. 60 പശുക്കളോളം അല്ലേ? പശു കിടാവും എല്ലാം കൂടെ 60 എണ്ണത്തോളം ആയി. ഓ അത് ശരി. നമുക്കിപ്പോൾ ഇവിടെ കറവ പശുക്കളൊക്കെ എങ്ങനെയാണ്? എത്ര എണ്ണം ഉണ്ട്? കറവ പശു 34 എണ്ണം ഉണ്ട്. 34 കറവ പശുക്കളുണ്ടല്ലേ? എല്ലാം HF ആണോ അതോ HF, ജെഴ്സി, HF ക്രോസ് ഉണ്ട്. എല്ലാം മിക്സിംഗ് ആണല്ലേ? അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് പശുക്കളെയൊക്കെ വാങ്ങുന്നത്? വാങ്ങുന്നില്ല, ഇവിടെ ഉള്ള കിടാവുകളെ വളർത്തിയെടുക്കുന്നതാണ്. ഓ അത് ശരിയാ. അപ്പോൾ പുറത്തുനിന്ന് പശുക്കളെ വാങ്ങുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. ഈ ഫാം എങ്ങനെയാണ്? ലാഭകരമായിട്ടാണോ നടന്നുകൊണ്ട് പോകുന്നത്? ഇപ്പം ലാഭകരമായിട്ടാണ് നടന്നു പോകുന്നത്. ലാഭകരമായിട്ടാണ്. എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ തുടങ്ങിയിട്ട്? 25 വർഷത്തോളമായി. 25 കൊല്ലമായി അല്ലേ? എങ്ങനെയാണ് നമുക്കൊരു ഫാം ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നതിൻ്റെ 1-2 ടിപ്സുകളൊക്കെ ചേട്ടനൊന്ന് പറഞ്ഞു തരണം. ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് വെച്ചാൽ ആദ്യമേ നമ്മൾ മൊത്തം പശുക്കളെ വാങ്ങിച്ച് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് കുറേ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു 5 പശുവിൽ തുടങ്ങി പിന്നെ അതിൽ നിന്ന് അതിൻ്റെ കിടാവുകളെയൊക്കെ വളർത്തിയെടുത്ത് സ്വന്തം അധ്വാനം കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പുരോഗതിയിലേക്ക് വരും. അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ഒരു 5 എണ്ണത്തിലൊക്കെ തുടങ്ങുന്നത്. 5 എണ്ണത്തിൽ തുടങ്ങിയിട്ട് അതിൻ്റെ ജോലികളൊക്കെ കുറേ നമ്മൾ ചെയ്ത് കറക്കാൻ അറിഞ്ഞു തുടങ്ങി കറക്കാൻ മാത്രം ആളിനെ ആക്കുക. ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യണം. പാലൊക്കെ ചില്ലറ വയ്ക്കണം. അങ്ങനെയൊക്കെ ചെയ്തു വന്നാൽ നമുക്കതിൽ നേട്ടം ഉണ്ടാക്കാം. ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒരു 15 പശു ഒക്കെ കറവ പശു ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നേപ്പാളി ഫാമിലിയെ, ഒരു തമിഴ് ഫാമിലി ആരെങ്കിലും ഒക്കെ നിർത്തി കൂടെ നമുക്ക് നോക്കാൻ സാധിക്കും. അതിൽ നിന്ന് തന്നെ അവർക്ക് ശമ്പളം കൊടുക്കാനുള്ളതും കിട്ടുകയും ചെയ്യും. എങ്ങനെയാണ് ഇതിന്റെ ഒരു തീറ്റയും കാര്യങ്ങളും ഒക്കെ? പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങിച്ചിരിക്കുകയാണോ? പുറത്ത് കാലിത്തീറ്റ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാണ്. സൈലേജ് ഒന്നുമില്ല. ഇവിടെ KS-ന്റെ ആ കാലിത്തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. വൈക്കോലുണ്ട്, പുല്ലുണ്ട്. വൈക്കോല് നമുക്കുണ്ട്. കൂടുതലും നാടൻ തീറ്റയാണ് അല്ലേ? അതെ, നാടൻ തീറ്റയാണ്. വേറെ എന്തൊക്കെയാണ് ചേട്ടൻ ഇവിടെ ഉള്ളത്? കൃഷി കാര്യങ്ങളൊക്കെ? കൃഷി നെൽകൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, പിന്നെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. ഓ, മീൻ കൃഷിയുണ്ട് അല്ലേ? അതെങ്ങനെ വിൽപ്പനയ്ക്കായിട്ടാണ്? വിൽപ്പനയ്ക്കല്ല, നമ്മൾ ആവശ്യത്തിന് എടുക്കും. സ്വന്തം ആവശ്യത്തിന് എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ നെൽകൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു വളമായിട്ട് ഇവിടുത്തെ ചാണകം തന്നെ ഉപയോഗിക്കാം. നമുക്ക് ഇവിടുത്തെ കുറച്ച് പശുക്കളെയൊക്കെ ഒന്ന് കണ്ടാലോ? ബ്രീഡ് ഏതൊക്കെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കും. HF-ന്റെ ക്രോസ് ആണിത്. HF-ന്റെ ക്രോസ് ആണ് ഈ നിൽക്കുന്നത് അല്ലേ? അതെ, അതും ഈ കിടക്കുന്നതും. ഇത് കറവ പശുക്കളാണോ? അതെ, അല്ല, അതൊക്കെ ചെനപ്പശുക്കളാണ്. കടിഞ്ഞൂലാണോ? കടിഞ്ഞൂലാണ്. കടിഞ്ഞൂൽ ചെനപ്പശുക്കളാണ്. ഇത് ജേഴ്സി ആയിരിക്കുമോ? അല്ല, ഇത് HF-ന്റെ ക്രോസ് തന്നെയാണ്. ബ്ലാക്ക് കളറാണ്. ഇതിൽ ജേഴ്സിയുടെ ഉള്ളതാണ്ട് ആ കിടക്കുന്ന ചുവന്ന പശു മാത്രമേ ഉള്ളൂ. ജേഴ്സിയുടെ കുറച്ച്. അപ്പോൾ ഇതിനൊക്കെ എന്ത് പാല് പ്രതീക്ഷിക്കും ചേട്ടാ? ഇതൊക്കെ ആദ്യത്തെ പ്രസവത്തിൽ 12-13 ലിറ്റർ പാല് കിട്ടും. രണ്ടാമത്തെ തൊട്ട് 15, 16, 18 വരെ കിട്ടുന്നുണ്ട്. ഓ ശരിയാ. ഒരു 12 കിട്ടിക്കഴിഞ്ഞാലും കിട്ടുമോ? ആദ്യത്തെ പ്രസവത്തിൽ 10 ലിറ്ററും അതിന് മേലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പശുവിനെ നമ്മൾ നിർത്തിയിരുന്ന മൂന്നാമത്തെ പ്രസവമൊക്കെ ആകുമ്പം 16-17 ലിറ്റർ പാലൊക്കെ ആകും. ഓ അങ്ങനെയാണല്ലേ? 10 കുറവുള്ളതിനൊന്നും പിന്നെ നിർത്തിയിട്ട് കാര്യമില്ല. അതിനെ ഒഴിവാക്കും. 10 ലിറ്ററെങ്കിലും മിനിമം പശുക്കളാണെങ്കിൽ നമുക്ക് നിർത്തിയാലോ? അത് ആദ്യത്തെ പ്രസവത്തിന്. ഇതാണ് ഇവിടുത്തെ ജേഴ്സി അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഷെഡിൽ ഇട്ടിരിക്കുന്നതെല്ലാം ചെനപ്പശുക്കളാണ്. അപ്പോൾ നമ്മൾ പുതിയ ഷെഡാണോ ഇത്? അത് പുതിയ ഷെഡാണ്. അതിൽ ഇനിയിപ്പോൾ ഒരു 10 ദിവസത്തിനകത്ത് വെച്ച് അതിൻ്റെ പണി തീർന്നു വരും. അപ്പോൾ ഇവിടെ കെട്ടാനുള്ള പശുക്കളൊക്കെ എവിടെയാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്? അപ്പുറത്ത് ഒരു 10 കിടാവുണ്ട്. അതിനിപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ പശുക്കളെ അപ്പുറത്താക്കിയിട്ട് കിടാവുകൾ അവിടെ കിട്ടും. കറക്കുന്നത് തന്നെയാണ്? കറക്കുന്ന എരുമകളാണ്. ഇതിനൊക്കെ എന്ത് പാല് കിട്ടുന്നുണ്ട് ചേട്ടാ? ഇതിന് 10 ലിറ്റർ പാല് കിട്ടും, മറ്റേ 12 ലിറ്റർ പാല് കിട്ടും. ഈ എരുമയ്ക്ക് 10 ലിറ്റർ കിട്ടും അല്ലേ? ഇത് 12. അത് 12. എരുമപ്പാല് എങ്ങനെയാണ്? എരുമപ്പാല് നമ്മൾ പശു പാലിനെ കൂടെ ചേർത്ത് സൊസൈറ്റി കൊടുക്കുകയാണ്. ഇത് മാറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതാണോ? അതെ. ഈ ഒരു ഷെഡിൽ കാണുന്നത് എരുമകളാണ്. ഈ 2 എരുമയുണ്ട്, കറവയാണ്. പിന്നെ ഒരു ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാളയുണ്ട്, HF ക്രോസ് എരുമക്കുട്ടികളുണ്ട്.
ഇത് രണ്ടും അതിന്റെ കുട്ടികളാണ്? അതിൻ്റെ കുട്ടികളാണ്. മുറ ആണ്, മുറയാണല്ലേ? മുറയാണ്. വൈക്കോലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടല്ലേ? വൈക്കോല് നെൽകൃഷിയുണ്ട്. നെൽകൃഷി തന്നെ വൈക്കോലും, പിന്നെ നെൽകൃഷിക്ക് വേണ്ടിയിട്ടുള്ള ചാണകമൊക്കെ അതിന്. അപ്പൊ ഇതാണ് ഇവിടുത്തെ വലിയ ഷെഡ് അല്ലേ? അതെ. ഇവിടെ ഇപ്പൊ നിൽക്കുന്നതെല്ലാം കറവ പശുക്കളാണ്? എല്ലാം കറവ പശുക്കളാണ്. ഓ, പശുക്കൾക്ക് ഫാനൊക്കെ ഉണ്ടല്ലോ? ഉണ്ട്. ഇത് ജേഴ്സി തന്നെയാണല്ലേ? മറ്റേത് HF ക്രോസ്. മറ്റേത് HF. ഓ, ഇത് ജേഴ്സി, അത് HF ക്രോസ്. ഇതും ജേഴ്സിയാണ്. ഈ കിടക്കുന്നത് ജേഴ്സിയാണ്. ഇതും ജേഴ്സിയാണല്ലേ? ജേഴ്സി പശുക്കൾക്കൊക്കെ ഏകദേശം എങ്ങനെയാ പാല് കിട്ടുന്നത്? ഇത് 17-നും 20-നും ഇടയ്ക്ക് പാല് കിട്ടുന്നുണ്ട്. 17-20 ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. HF ക്രോസ് ആണെങ്കിലോ 24 വരെ കിട്ടുന്ന പശു ഇവിടെ ഉണ്ട്. പശുക്കളെല്ലാം കിടക്കുകയാണല്ലേ? കഴിഞ്ഞിട്ട് വിശ്രമത്തിലാണെന്ന് തോന്നുന്നില്ലേ? ഇനി അവർ കറവ സമയമൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കും. ഇപ്പം നമ്മൾ കയറി വന്നതുകൊണ്ട് എഴുന്നേറ്റതാണ്. ഇനിയിപ്പോൾ എത്ര മണിക്കാണ് കറക്കുന്നത്? അവർ 1 മണിയാകുമ്പോഴത്തേക്ക് കറക്കും. 1 മണിക്കാണ്. ഇതുപോലെയൊക്കെ ഷെഡൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇത്രയും പശുക്കളെ വളർത്തുന്നത് ലാഭകരമായിട്ട് ചെയ്തു പോകാൻ പറ്റുമോ? ഇത് വളരെ ചിലവ് കുറഞ്ഞ ഷെഡുകളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പൈസയൊന്നും ചിലവാക്കാതെ തൂണൊക്കെ വാർത്ത് തറയിലിട്ട് വാർത്തെടുത്ത് കുഴിച്ച് നിർത്തി ഷെഡൊക്കെ അടിച്ച് എടുക്കുന്നതാണ്. ഇതെങ്ങനെ സ്വന്തമായിട്ട് ചെയ്തതാണോ? ഞാനും എൻ്റെ കൂടെ 1-2 ജോലിക്കാരും കൂടെയൊക്കെ ചെയ്തതാണ്. ഇതാണ് സ്വന്തം ഐഡിയ വെച്ചിട്ട് ചെയ്തത്? അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതുപോലെ സ്വന്തം ഐഡിയ വെച്ചിട്ടൊക്കെ ഈ ഒരു ഇതുപോലെ ഇപ്പം ഇതിൻ്റെ ചാണകം കോരി കളയാനും മൂത്രം പോകാനും ഒക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്? എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ രീതിയിലൊക്കെ ഉള്ള പരമാവധി റേറ്റൊക്കെ കുറച്ച് ഇതുപോലെ ഷെഡ് അടിച്ചു കഴിഞ്ഞാൽ ലാഭകരമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും അല്ലേ? അതെ. പിന്നെ ചേട്ടാ, അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് നമ്മുടെ മിൽമയിൽ പാല് കൊടുക്കുന്നത്, സൊസൈറ്റിയിലേക്ക് പാല് കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ചേട്ടൻ്റെ ഒരു അനുഭവം? നഷ്ടമാണെന്ന് പറഞ്ഞാൽ 43, 45, 46 രൂപയൊക്കെയാണ് സാധാരണ രീതിയിൽ നല്ല പാലിന് തന്നെ അവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ പുറത്ത് കൊടുത്താൽ നമുക്ക് 60 രൂപ കിട്ടും. 60 കിട്ടും. എങ്കിലേ നമുക്ക് ലാഭമുള്ളൂ. സൊസൈറ്റി കൊടുത്താൽ 45 കിട്ടുള്ളൂ. 43, 45 ഒക്കെ അതിൻ്റെ ടെസ്റ്റ് റീഡിങ്ങൊക്കെ അനുസരിച്ചുള്ള ഇതേ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ എനിക്കിത്തിരി കൂടുതൽ കിട്ടുന്നത് എരുമയുടെ ഉള്ളതുകൊണ്ട് എരുമ പാലൂടെ ചേർക്കുന്നത് കൊണ്ട് 48 വരെ കിട്ടുന്നുണ്ട്. ശരി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ കേട്ടോ, അപ്പോൾ അതിനൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇല്ല, കിടാവെല്ലാം വളർത്തിയെടുക്കുകയാണ്. ഒന്നിനെയും പുറത്ത് കൊടുക്കുന്നില്ല? അതുകൊണ്ടാണ് പശുക്കൾ ഇപ്പോൾ കൂടി വരുന്നത്. ഇപ്പൊ പുതിയ എഴുത്തിൽ വെക്കുന്നതും അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ജനിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഇവിടെ തന്നെ വളർത്തി വലുതാക്കി പിന്നെ അതിൽ നിന്നോ അല്ലേ? അതെ. ആ സൈഡിൽ കിടക്കുന്ന എല്ലാം കുട്ടികളാണ്. അതിൽ 2 എണ്ണേ ഉള്ളു കാളക്കുട്ടി, ബാക്കി എല്ലാം പെൺകുട്ടിയാണ്. ഓ, അത് ശരി. അപ്പം ആരെങ്കിലും ആവശ്യപ്പെട്ട് വന്നാലും ഇവിടെ കൊടുക്കാനില്ല? ഇവിടെ കിടാവുകളെ കൊടുക്കില്ല. ഇവിടുത്തെ ഒരു ഫാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് പശുക്കളെ വാങ്ങിയിട്ടല്ല ഇത്രയും പശുക്കൾ ഇവിടെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ബാക്കിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ പശുക്കുട്ടികളാണ്. അപ്പോൾ അതിൽ 2 മുരിക്കുട്ടികളേ ഉള്ളൂ, ബാക്കിയെല്ലാം പശുക്കുട്ടികളാണ്. അപ്പോൾ അവരിവിടുന്ന് പശുക്കുട്ടികളെ ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ബാക്കിൽ കാണുന്ന അത് എല്ലാം ഇപ്പോഴും പ്രസവിച്ച പശുക്കളാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാറ്റിക്കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുട്ടികളാണോ അപ്പുറത്ത് കിടക്കുന്നത്? അതിൻ്റെ കുട്ടികളാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നേരത്തെ ആടൊക്കെ ഉണ്ടായിരുന്നല്ലോ? ആടിപ്പോഴും ഉണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? കാണാം. ഇതൊക്കെ ഏത് ബ്രീഡാണ്? ബീറ്റിലെ കറവയുള്ളതാണോ? ഇത് 4 ചെനയാണ്. ഓക്കെ. ഇത് കറവയുള്ളതാണ്. ലാസ്റ്റ് ആയിട്ട് കാണുന്നത് കുട്ടികളാണ് അല്ലേ? കുട്ടികളെയൊക്കെ മാറ്റിയിട്ടൊക്കെയാണോ? കോഴികളാണ് അത്? സാധാ ഉണ്ടല്ലേ? ഇത് കുഞ്ഞുങ്ങളാണല്ലോ? ഇതിപ്പോ വാങ്ങിച്ചിട്ട് ഇപ്പൊ വാങ്ങിയതല്ലേ? 1.5 മാസമായി. ഓക്കെ. ആടിനെയോ ആട്ടും കുട്ടികളെയോ ഒക്കെ കൊടുക്കുന്നുണ്ടോ? കുട്ടികളെ കൊടുക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആട്ടിൻകുട്ടികളെയൊക്കെ ഇവിടെ കൊടുക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങേറ്റത്ത് ഒരു ഗ്രേ കളർ കാണുന്നുണ്ടല്ലോ, ഒരു ബ്ലാക്ക് ഗ്രേ. അത് നാടനാടാണ്.
നാടനാടാണോ? അത് ഗർഭിണി ആടാണ്. ആ, അതിനെ കൊടുക്കാനല്ലല്ലോ. അതിനെ കൊടുക്കാനല്ല. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കുട്ടികളെയാണ് കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് അല്ലേ? ശരി ശരി. അപ്പോൾ ആവശ്യക്കാർ, ഞാൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാർ വിളിക്കുക.